നമുക്കറിയാം ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം 5 മണിക്കൂറോളം റോബർട്ട് വദ്രയെ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നു. ഇതിപ്പോൾ രണ്ടാം ദിവസവും റോബർട്ട് വദ്ര ഇഡിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. പ്രിയങ്ക ഗാന്ധിയും വാദ്രയ്ക്കൊപ്പം ഇഡി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. അർജുൻ പീതാംബരനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അർജുൻ, ഇന്നലെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വാദ്ര തനിക്ക് ഒന്നും ഒളിച്ചു വെക്കാനില്ല, എല്ലാ വിവരങ്ങളും എല്ലാ രേഖകളും കൈമാറുമെന്നാണ് പറഞ്ഞത്. ഇതിപ്പോ 12ാം തവണയോ മറ്റോ ആണ് ഇഡി വാദ്രയെ ചോദ്യം ചെയ്യുന്നത്. ഇന്ന് ഒരുപക്ഷെ അറസ്റ്റിലേക്ക് കടക്കുമെന്ന അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ആര്യ, തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ദിവസവും ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഡി ആസ്ഥാനത്തിനകത്ത് റോബർട്ട് വദ്രയുണ്ട്. ഇന്ന് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി കൂടി അദ്ദേഹത്തിനൊപ്പം വന്നിരിക്കുകയാണ്. ഇന്നലെ ഈ ചോദ്യം ചെയ്യലുണ്ടായ സമയത്തൊന്നും തന്നെ നമ്മൾ കോൺഗ്രസിൽ നിന്നും പാർട്ടിക്കകത്ത് നിന്നും പാർട്ടി നേതാക്കളിൽ നിന്നും എല്ലാം തന്നെ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നു. അപ്പോഴൊന്നും തന്നെ ഈ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ല. ആരും ഈ വാദ്രയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് രണ്ടാമത്തെ ദിവസം ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ റോബർട്ട് വാദ്രയ്ക്കൊപ്പം പ്രിയങ്ക ഗാന്ധി കൂടി ഇഡി ആസ്ഥാനത്തേക്ക് എത്തിയ ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. കൃത്യം ഒരു 3/4 മണിക്കൂർ മുമ്പ്, അതായത് 11 മണിയോടുകൂടി പ്രിയങ്ക ഗാന്ധിയും ഒപ്പം എത്തി. മാത്രമല്ല, റോബർട്ട് വാദ്ര ചോദ്യം ചെയ്യലിന് വേണ്ടി ഇഡി ആസ്ഥാനത്തിനകത്തേക്ക് പോയപ്പോൾ അതിന് തൊട്ട് മുന്നിൽ തന്നെയുള്ള ഒരു കാത്തിരിപ്പ് മുറിയുണ്ട്. സാധാരണഗതിയിൽ ഇവിടെ ചോദ്യം ചെയ്യാനായി ആളുകൾ വരുന്ന സമയത്ത് അവരുടെ കുടുംബത്തിന്, ബന്ധുക്കൾക്കെല്ലാം തന്നെ ഇരിക്കാൻ ഒരു കാത്തിരിപ്പ് മുറി പണിതിട്ടുണ്ട്. അവിടെ ഇപ്പോഴും പ്രിയങ്ക ഗാന്ധി ഇരിക്കുകയാണ്. അവർ ഇതുവരെയും മടങ്ങിയിട്ടില്ല. ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ അടക്കം ആകാംക്ഷയുണ്ട്. ഇന്നലെ ഈ ചോദ്യം ചെയ്യലിന് ശേഷം വാദ്ര തനിക്കൊന്നും തന്നെ ഒളിക്കാനില്ല എന്നുള്ള കാര്യം അറിയിച്ചിരുന്നെങ്കിലും ഇഡി ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇന്ന് രാവിലെ ഇഡി വൃത്തങ്ങളിൽ നിന്നും പുറത്തു വന്നിരുന്നു. അതായത് വാദ്ര നൽകുന്ന ഉത്തരങ്ങൾ അവർക്ക് പൂർണ്ണ സംതൃപ്തി നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ റോബർട്ട് വാദ്രയിൽ നിന്നും ഈ ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ശേഷവും വദ്രയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും വദ്രയ്ക്ക് ഈ രാഷ്ട്രീയ പകപോക്കൽ BJPയുടെ ഭാഗത്തുണ്ടാകുന്നെന്ന് പറയുന്നത്. ഇപ്പോൾ സോണിയാഗാന്ധി എത്തുന്നു, പ്രിയങ്കയുടെ സാന്നിധ്യം. അപ്പോൾ ഈ കോൺഗ്രസ് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണ ആ നിലയ്ക്ക്, ഈ രാഷ്ട്രീയ പകപോക്കൽ എന്ന നിലയ്ക്ക് തന്നെ, കേന്ദ്ര ഏജൻസികളെ വേട്ടയാടൽ എന്ന നിലയ്ക്ക് തന്നെ അകമഴിഞ്ഞൊരു പിന്തുണയിലേക്ക് തന്നെ പോവുകയാണ് ഭദ്രയ്ക്കല്ലേ? തീർച്ചയായിട്ടും ഈ കാര്യം ഒരു രാഷ്ട്രീയ പകപോക്കൽ എന്ന തരത്തിലേക്ക് തന്നെ കോൺഗ്രസ് കൊണ്ടുപോവുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ്, ഭർത്താവിന്റെ ഒപ്പമാണെങ്കിൽ പോലും MP ആണ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. പ്രിയങ്ക ഗാന്ധി നേരിട്ട് എത്തിയിരിക്കുന്നു. കോൺഗ്രസിന്റെ പിന്തുണ കൂടി നൽകുന്ന തരത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്ദേശം കൂടി നൽകുന്ന തരത്തിലാണ് ഇന്നിപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്ന അത്രയും നേരം തന്നെ പ്രിയങ്ക ഗാന്ധിയും ഇവിടെ തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഇന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാമെന്നുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് സുരക്ഷ കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും നാഷണൽ ഹെറാൾഡ് കുറ്റപത്രം കൂടി സമർപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധ പരിപാടികൾ കോൺഗ്രസ് നിശ്ചയിച്ചിരുന്നു. അത് പ്രതിഷേധ പരിപാടികൾ രാവിലെ നടത്തിയിരുന്നു. ഇഡി ആസ്ഥാനത്തിന് മുന്നിൽ അതിന്റെ ഭാഗമായി തന്നെ വലിയ രീതിയിൽ ബാരിക്കേഡുകൾ വെച്ച് വലിയ പോലീസ് വിന്യാസം എല്ലാം തന്നെ കാണാൻ സാധിക്കും. ഇവിടേക്ക് കൂടുതൽ പ്രവർത്തകർ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങൾ പോലീസും അർദ്ധസൈനിക വിഭാഗവും നടത്തിയിരിക്കുന്നു. ഒപ്പം റോബർട്ട് വാദ്രയെ ഇപ്പോഴും ചോദ്യം ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ പോലെ തന്നെ അദ്ദേഹം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി ഇറങ്ങും, പുറത്തേക്ക് വരും. വിവരങ്ങൾ നൽകിയത്.